നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ ഇന്ന് 275 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 94 പേർ രോഗമുക്തരായി. ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണങ്ങൾ 376 അതേസമയം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ UAE-യിൽ കോവിഡിന്റെ രണ്ടാം വ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതുവരെ 67,282 പേർക്കാണ് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരിൽ 58,582 പേരും രോഗമുക്തരായി. നിലവിൽ 8,324 രോഗികളാണ് രാജ്യത്തുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,000 പുതിയ കോവിഡ് പരിശോധനകൾ രാജ്യത്ത് നടത്തി. ഇതുവരെ നടത്തിയ ആകെ പരിശോധനകളുടെ എണ്ണം 65 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഖത്തറിൽ 243 പേർ കൂടി പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 277 പേർക്ക് രോഗമുക്തിയുണ്ടായി. നിലവിലുള്ള രോഗികൾ 3,007 ആണ്. ഇതുവരെ 5,89,920 പേർക്കാണ് ആകെ പരിശോധന നടത്തിയത്. ഞായറാഴ്ച 5,797 പേരെയാണ് പരിശോധിച്ചത്. ആകെ രോഗമുക്തർ 1,13,808 ആണ്. ഇന്നലെ ആരും മരണപ്പെട്ടിട്ടില്ല. ആകെ മരണം 193 ആണ്. നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് 443 പേരാണ്. 68 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ 423 പേർ കൂടി സുഖം പ്രാപിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 45,589 ഉയർന്നു. പുതുതായി 377 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇവരിൽ 138 പേർ പ്രവാസികളാണ്. 231 പേർക്ക് സമ്പർക്കത്തിലൂടെയും 8 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 3,266 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. മഹാമാരിക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കുന്നതിനായി UAE പരീക്ഷണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി സന്തൂഖ് അൽ വതനും ഷാർജ യൂണിവേഴ്സിറ്റിയും ഗവേഷണ കരാർ ഒപ്പുവെച്ചതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. സന്തൂഖ് അൽ വതന്റെ ശാസ്ത്ര ഗവേഷണ പദ്ധതികളുടെ ഭാഗമായി ആന്റിവൈറൽ മരുന്ന് വികസിപ്പിക്കാനാണ് ലക്ഷ്യം. കോവിഡ് സൃഷ്ടിക്കുന്ന പ്രധാന എൻസൈമുകളെ തടഞ്ഞു നിർത്തുന്നതാകും ഈ മരുന്ന്. ഇതെത്തുന്നതോടെ രോഗവ്യാപനം തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയിൽ കാലപ്പഴക്കം ചെന്ന വീട് തകർന്ന് 3 പേർ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. ജിദ്ദയിലെ ഉറുവൈസ് ഡിസ്ട്രിക്റ്റിലായിരുന്നു സംഭവം. രാത്രി 10:30ഓടെയാണ് അപകടം സംബന്ധിച്ച് സുരക്ഷാ ഓപ്പറേഷൻ സെന്ററിൽ വിവരം ലഭിച്ചതെന്ന് മക്ക സിവിൽ ഡിഫൻസ് വക്താവ് കേണൽ മുഹമ്മദ് ബിൻ ഉസ്മാൻ അൽ ഖറനി പറയുകയുണ്ടായി. സിവിൽ ഡിഫൻസ് സംഘവും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി പരിസരത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. 3 നിലകളിലുണ്ടായിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയാണ് തകർന്നു വീണത്. UAE-യുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ ഹോപ്പ് പകർത്തിയ 2 ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ 100 ദശലക്ഷം കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ ഹോപ്പ് പകർത്തിയ ചിത്രമാണിതെന്ന വിവരണത്തോടെയായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന്റെ പോസ്റ്റ്. വ്യാഴവും ശനിയും പിന്നിട്ട് ചുവന്ന ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്ന ഹോപ്പിലെ സ്റ്റാർ ട്രാക്കറാണ് ഈ ഗ്രഹങ്ങളുടെ ചിത്രം പകർത്തിയത്. ചുവന്ന ഗ്രഹത്തിലേക്കുള്ള വഴിയിൽ 100 ദശലക്ഷം കിലോമീറ്റർ പിന്നിട്ട ഹോപ്പ് 2021 ഫെബ്രുവരിയിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. ഒമാനിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം കുറഞ്ഞതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷന്റെ കണക്കുകൾ. ഈ മേഖലയിൽ പ്രവാസികളുടെ എണ്ണം 15.1% കുറഞ്ഞതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2020 ജൂണിൽ 52,462 പ്രവാസികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് 2020 ജൂലൈയിൽ സർക്കാർ മേഖലയിൽ 44,558 പേരാണുള്ളത്. 7,904 പ്രവാസികളുടെ കുറവാണ് ഒരു മാസം കൊണ്ട് സർക്കാർ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കുവൈറ്റിൽ പിതാവ് രാജ്യത്തെ സ്ഥിരതാമസക്കാരനല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ താമസരേഖ മാതാവിന്റെ സ്പോൺസർഷിപ്പിലേക്ക് മാറ്റുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലുള്ള പാസ്പോർട്ട് കാര്യങ്ങളിലെ ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായി താമസ കുടിയേറ്റ വിഭാഗ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈനിൽ മൊബൈൽ യൂണിറ്റുകൾ വഴി ആരോഗ്യ മന്ത്രാലയം നടത്തുന്ന കോവിഡ് പരിശോധന ഫലപ്രദമെന്ന് വിലയിരുത്തൽ ഇങ്ങനെ നടത്തുന്നത്. ഓരോ ദിവസവും 8 സ്ഥലങ്ങളിൽ വരെ ഇങ്ങനെ പരിശോധനകൾ നടത്താൻ കഴിയുന്നുണ്ടെന്നും മൊബൈൽ യൂണിറ്റ് ഓഫീസർ ഡോക്ടർ തഖ്രീദ് അജൂർ പറയുകയുണ്ടായി. ജിമ്മുകൾ, ഹെൽത്ത് സെന്ററുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ റാൻഡം പരിശോധനകൾ നടത്തുന്നത്. 300 മുതൽ 400 വരെ സാമ്പിളുകൾ ഇങ്ങനെ ശേഖരിക്കുന്നതാണ്. അന്താരാഷ്ട്ര ആരോഗ്യ മാനദണ്ഡങ്ങൾ
മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സംവിധാനങ്ങളാണ് മൊബൈൽ യൂണിറ്റുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ വിദേശികളുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിന് തൊഴിൽ സാമൂഹിക ക്ഷേമ മന്ത്രാലയം താൽക്കാലിക ഇളവ് അനുവദിച്ചു. സൗദി പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി മന്ത്രാലയം നടപ്പാക്കിയ നിദാഖാത്ത് വ്യവസ്ഥയിൽ ഇളംപച്ച ഗണത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇളവിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി വിദേശ ജോലിക്കാരുടെ സ്പോൺസർഷിപ്പ് എടുക്കാനാവും. ഒക്ടോബർ വരെയാണ് ഈ ഇളവ് ലഭിക്കുക. സ്വദേശവൽക്കരണം പൂർത്തീകരിച്ച് ഇളംപച്ച ഗണത്തിലെത്തിയ സ്ഥാപനങ്ങൾക്ക് സ്വദേശികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താതെ വിദേശികളുടെ സ്പോൺസർഷിപ്പ് എടുക്കാം എന്നതാണ് ആനുകൂല്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.